കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം. എല്ലാ ദൈവജനത്തിനും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള സാവകാശം ദൈവം പിന്നെയും തന്നല്ലോ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കി നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിൽ ആ വേദഭാഗം കർത്താവിൻ്റെ മാളികമുറി പ്രഭാഷണം എന്ന തലക്കെട്ടിൽ ആണ് ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം നമ്മൾ കർത്താവിൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതിന് ആരംഭം കുറിച്ചതും. പ്രധാനമായിട്ടും നമ്മുടെ കർത്താവിൻ്റെ 3 പ്രഭാഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒന്നാമത്തേത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. രണ്ടാമത്തേത് നമ്മുടെ കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണമാണ്. മൂന്നാമത്തെ പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണമാണ് ഈ മാളികമുറി പ്രഭാഷണം എന്ന് പറയുന്നത്. ഇന്ന് നാം അതിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഓർത്തതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിക്കാം. അതിനുശേഷം ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. മതി. ഈ പ്രഭാഷണം മാളികമുറിയിൽ ഇരുന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നാം അല്പം ധ്യാനിക്കാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ സംഭാഷണത്തിൻ്റെ സാഹചര്യം എന്താണ്? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നാം അവിടെ 13-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാളിന് മുമ്പ് കർത്താവ് അങ്ങ് പോകുമെന്നല്ല. അവിടെ ഒരു കോമയുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അല്ലാതെ പെസഹ പെരുന്നാളിന് മുമ്പേ കർത്താവ് ഈ ലോകം വിട്ടു പോകാനുള്ള നാഴിക വന്നു എന്നല്ല. അത് തിരിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ സാഹചര്യം എന്നുള്ളത് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന ബോധ്യമാണ് ഈ പ്രഭാഷണത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോ അത് നാം ചിന്തിക്കുമ്പോൾ, അതായത് പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് തനിക്ക് പോകുവാനുള്ളതായ നാഴിക വന്നു എന്ന ബോധ്യം തനിക്കുണ്ടായി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ജനിച്ചതുപോലെയല്ല നമ്മുടെ കർത്താവ് ജനിച്ചത്. നാം ഈ ലോകം വിട്ട് പോകുന്നത് പോലെയല്ല കർത്താവ് ഈ ലോകം വിട്ട് പോയതും. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയാവുന്നത് പോലെ തിരുവചനത്തിൽ നാം വായിക്കുന്നത്, എബ്രായ ലേഖനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഫിലിപ്പ ലേഖനത്തിലും വായിക്കുന്നത് പോലെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ആണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുമ്പോ ആ ഇഷ്ടത്തെ കുറിച്ച് നമുക്കറിയാം. എന്തിനായിരുന്നു ആ ഇഷ്ടം എന്നുള്ളത്? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ പുത്രന്റെ യാഗമരണത്തിൽ കൂടെ എന്ത് സംഭവിക്കണം? മാനവജാതിയുടെ മുഴുവനും വീണ്ടെടുപ്പ് സാധിപ്പിക്കണം, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു,
മത്തായി എഴുതിയ സുവിശേഷം 1:21 നമ്മൾ വായിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അപ്പോ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുക, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, മനുഷ്യനെ അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുവാൻ വേണ്ടിയാണ് ആര് ലോകത്തിലേക്ക് വന്നത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ആ കാര്യം വ്യക്തമായി നമ്മുടെ കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ എന്തിനു വേണ്ടിയാണോ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചതെന്നും താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും വ്യക്തമായിരിക്കുന്ന ബോധ്യം ആർക്കുണ്ടായിരുന്നു? കർത്താവിന് ഉണ്ടായിരുന്നു. എന്നാൽ അത് നിവർത്തിക്കുവാനുള്ളതായ നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കി. അതിനുള്ള നാഴിക, അതിനുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതിനുള്ള സമയം? പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചതായ തന്റെ ഇഷ്ടത്തിന്റെ നിവർത്തി സംഭവിക്കുവാനുള്ള നാഴിക വന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഈ 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. മതി. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അത് അല്പം വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ പിന്നാലെ ഉടനെ തന്നെ അത് തുറന്നുകൊള്ളാം. നേരത്തെ നമ്മൾ വായിച്ചു, പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇവിടെ വായിക്കുന്നു, എന്റെ തേജസ്കരണത്തിനുള്ള സമയം വന്നിരിക്കുന്നു. തേജസ്കരണം എന്ന് പറഞ്ഞാൽ അവനെ മഹത്വപ്പെടുത്തുക, അവനെ മഹത്വീകരിക്കുക. നമുക്കറിയാം, 17-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും കൈക്കൊള്ളണമേ, ആ മഹത്വം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ആ മഹത്വത്തിലേക്ക് പിതാവായ ദൈവത്തിന്റെ മുൻപാകെ പുത്രനായ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നതായ ആ മഹത്വത്തിലേക്ക്, അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെടുവാനുള്ളതായ ആ നാഴിക വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുവാനുള്ള കാരണം. ആ നാഴിക വരുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞത് ഈ നിമിഷത്തിലൊന്നുമല്ല. ആണോ? ഇതിനോട് ബന്ധപ്പെട്ട് മാത്രമൊന്നുമല്ല. നാം തിരുവഴുത്ത് പഠിക്കുമ്പോ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അന്നു മുതൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇതാ ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് പരീശന്മാരാലും ശാസ്ത്രിമാരാലും പുരോഹിതന്മാരാലും ഞാൻ നിന്ദിതനാകും, ഞാൻ ഉപദ്രവിക്കപ്പെടും, ഞാൻ കൊല്ലപ്പെടും, എന്നാൽ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് കർത്താവ് അന്ന് തുടങ്ങി പറഞ്ഞു. അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ എന്ന് മുതലാണ്? എന്ന് മുതലാ കർത്താവ് ആ വാക്ക് പറഞ്ഞതെന്നറിയാമോ? തൊട്ട് മുകളിൽ നമ്മൾ വായിച്ചാൽ പത്രോസ് അപ്പോസ്തലനോട്, അല്ലെങ്കിൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എല്ലാ ശിഷ്യന്മാരോടുമായിട്ടാണ് കർത്താവ് ചോദിച്ചത്. എന്നാൽ പത്രോസ് പറഞ്ഞ ഉത്തരം എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സംസാരത്തിന്റെ താഴേക്ക് വരുമ്പോഴാണ് പറഞ്ഞത് അന്നു മുതൽ എന്ന് പറഞ്ഞാൽ താൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ലോകത്തിന്റെ മുൻപാകെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് യേശു പറഞ്ഞത്, എന്ത്? ഞാനിതാ യെരൂശലേമിലേക്ക് പോകുന്നു, അവിടെ എന്നെ കാത്തിരിക്കുന്നത് പീഡനങ്ങളാണ്, അവിടെ എന്നെ കാത്തിരിക്കുന്നത് വേദനകളാണ്, ഞാൻ മരിക്കും, എന്നാൽ 3-ാം നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അവിടെ മാത്രമല്ല, പിന്നീട് അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ട്? തന്റെ അപ്പോസ്തലന്മാരോട് ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
ഇത് ഞാൻ കഷ്ടമനുഭവിക്കാനായിട്ട് പോകുന്നു, അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന കാര്യമൊക്കെ നാം അവിടെ വായിക്കുമ്പോൾ ഇതെല്ലാം എന്താണ്? പഴയ നിയമത്തിന്റെ പ്രവചന നിവർത്തികളാണ് എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ ആ ലൂക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നത് പോലെ മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എല്ലാം എന്ത് ചെയ്യണം? നിവർത്തിയാകണം. അപ്പോൾ തന്നെ കുറിച്ച്, താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ചും തനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ തേജസ്കരണത്തെ കുറിച്ചും മഹത്വത്തെ കുറിച്ചും നല്ല ബോധ്യമാർക്കുണ്ടായിരുന്നു, കർത്താവിനുണ്ടായിരുന്നു. ആ നാഴികയിലേക്കാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം ഒരു വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മോട് പറഞ്ഞതാരാ? ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, അല്ലേ? നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ എന്തിലൂടെ കടന്നു പോകണം? കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് നമ്മോട് പറഞ്ഞവനായ കർത്താവ് തന്റെ മുൻപിൽ ഇതാ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പിതാവ് എന്നെ ഏൽപ്പിച്ചതായ ആ ശുശ്രൂഷ നിവർത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതുപോലൊരു പ്ലാറ്റ്ഫോം ശുശ്രൂഷയല്ല. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 3 മുതലുള്ള വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും രോഗം ശീലിച്ചവനായും വ്യസനപാത്രമായും ഇരുന്നു, അല്ലെ? അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ നിലയിലുള്ള വേദനാജനകമായ അതിദുഃഖിതമായ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ്. അതിനുശേഷമാണ് എന്തുള്ളത്? ഒരു തേജസ്കരണമുള്ളത്. അതിനുശേഷമാണ് എനിക്ക് മഹത്വമുള്ളത് എന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു എന്നുള്ളത് നാം ഈ തരുണത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു തേജസ്കരണം നാം ആഗ്രഹിക്കുന്നെങ്കിൽ അത് വെറുതെ ലഭിക്കുകയില്ല. എങ്ങനെ മാത്രമേ ലഭിക്കുകയുള്ളൂ? നാമും കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിലേക്ക് ഒന്ന് മുൻപോട്ട് വരാം. ഈ 12-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. മതി. അവിടെ വായിക്കുന്നത് കോതമ്പ് മണി നിലത്തു വീണ് ചത്താൽ മാത്രമേ വളരെ വിളവ് ഉണ്ടാവുകയുള്ളൂ. ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് അതൊന്നും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. ഒരു കോതമ്പ് മണി നിലത്ത് വീഴുന്നു, അത് ആ മണ്ണിലേക്ക് അത് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവൻ അത് ഞെരങ്ങുകയാണ്, അല്ലെ? എന്തിനു വേണ്ടി ഞെരങ്ങുകയാണ്? ആ പയറുമണി അത് അല്ലെങ്കിൽ കോതമ്പ് മണി അത് പൊട്ടിച്ച് അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്ത് അതിനെ മണ്ണിലേക്ക് അങ്ങ് ലയിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഒരു മുള പുറത്തേക്ക് വരുന്നുള്ളൂ. വരുന്ന ലേഖനത്തിൽ പൗലോസ് അതേക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. എന്നിട്ട് താഴെ വായിക്കുന്നുണ്ട്, ദൈവം അതതിന്റെ ശരീരം കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ എന്ത് ചെയ്യുന്നു? ഉയർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്ന അനുഭവം. എന്തിനാണ് അത് ചാകുന്നത്? ഒരു ജീവൻ അതിൽ നിന്നും
തുടിക്കുവാൻ വേണ്ടിയാണ്, ഒരു ജീവൻ അതിൽ നിന്ന് തുടിക്കുവാൻ വേണ്ടിയാണ് ആ കോതമ്പ് മണി ആ നിലത്തേക്ക് വീണ് അതിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവൻ പുറത്തേക്ക് വരുന്നത്. അതിന്റെ പുറമേയുള്ളതായിരിക്കുന്ന ആ ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? അതങ്ങ് ഇല്ലാതെയായിത്തീരുന്നു. അതങ്ങ് ആദ്യം അത് തകർക്കപ്പെടുകയാണ്. നമുക്കറിയാം, ആ കോതമ്പ് മണി മുളച്ചു വരുമ്പോൾ നാം നോക്കിയാൽ അറിയാം എന്ത് ഒന്നായിരുന്നത് പിളർക്കൽ, ഒരു പിളർപ്പ് അതിന്റെ മധ്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പിളർന്നാൽ മാത്രമേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത്? സ്വയം ഇല്ലാതായി തീരുന്ന ഒരനുഭവത്തിലേക്ക് മാറുന്നുള്ളൂ. ഇതേ കാര്യം തന്നെയാണ് തന്റെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ആര് മനസ്സിലാക്കി? കർത്താവ് മനസ്സിലാക്കി. അതാണ് താൻ പറഞ്ഞത്, കോതമ്പ് മണി എന്നെ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തൊട്ടു താഴെയാണ് താൻ പറഞ്ഞത്, കോതമ്പ് മണി നിലത്തു വീണ് ചാകണം. അപ്പൊ ഞാൻ ആരാണ്? ഞാനൊരു കോതമ്പ് മണിയാണ്. ഈ കോതമ്പ് മണിയായിരിക്കുന്ന ഞാന് നിലത്തു വീഴണം, ഞാൻ ചാകണം എന്നാണ് കർത്താവ് അവിടെ പറയുവാൻ ഇടയായിട്ട് തീർന്നത്. നാം വായിക്കുന്നത് പോലെ യെശയ്യാവ് 53 7-ാമത്തെ വാക്യത്തിൽ, അതോ 10-ാമത്തെ വാക്യത്തിലാണോ? ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ല. അവനെ തകർത്ത് കളയുവാൻ, 10-ാം വാക്യം, യെശയ്യാവ് 53 10, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ്. അപ്പോൾ കർത്താവിന് എന്ത് ചെയ്യണം? തന്റെ പുത്രനെ എന്ത് ചെയ്യണം? തകർക്കണം. അവൻ നിലത്തു വീണ് ചാകണം. പിന്നെ കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതൊക്കെ ധ്യാനത്തിൽ വന്ന വാക്യങ്ങളാണ് കേട്ടോ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ മന്ദിരം നിങ്ങൾ എന്ത് ചെയ്യും? പൊളിക്ക്. 3 നാൾ കൊണ്ട് ഞാനതിനെ, അപ്പോ പണിയപ്പെടണമെങ്കിൽ ഞാനാകുന്ന മന്ദിരത്തെ എന്ത് ചെയ്യപ്പെടണം? അത് പൊളിക്കപ്പെടണം. പിന്നീട് നാം വായിക്കുന്നുണ്ട്, തന്റെ മരണത്തെ ഉദ്ദേശിച്ച് അത്രേ താനത് അത് പറഞ്ഞത്. അപ്പോ തന്റെ പ്രിയപുത്രൻ അവനെ തകർത്ത് കളയണം എന്നുള്ള പിതാവിന്റെ ഇഷ്ടമാണ് പുത്രൻ നിറവേറ്റുവാനായിട്ട് പോകുന്നത്. അത് കേവലം ഒരു കിരീടധാരണമല്ല, മറിച്ച് അത് സഹനത്തിന്റെ മാർഗമാണ്, കഷ്ടതയുടെ മാർഗമാണ്, തകർക്കപ്പെടുന്ന മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ഫിലിപ്പിയ ലേഖനം 2:6 വായിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ ശൂന്യനായി, തന്നെത്താൻ അവന് ഒഴിച്ചു, തന്നെത്താൻ ഒഴിച്ചു, ഒന്നുമില്ലാത്തവനായിട്ട് അവൻ മാറി എന്ന് പറയുമ്പോൾ ഈ തകർക്കപ്പെടുന്നതിന്റെ ആരംഭമാണ് അത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതായത് താൻ തകർക്കപ്പെടുവാനായിട്ട് പോകുന്നു, താന് ഇല്ലാതായിട്ട് പോകുന്നു, താൻ പൊളിക്കപ്പെടുവാനായിട്ട് പോകുന്നു. ഇത് മനസ്സിലാക്കിയ ആ ദൈവപുത്രൻ 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. താൻ തകർക്കപ്പെടുവാനായിട്ട് പോകുന്നു, ഞാൻ ചാകുവാനായിട്ട് പോകുന്നു, ഞാൻ ഇല്ലാതെ ആയിത്തീരുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കർത്താവിന്റെ ഉള്ളം എന്ത് ചെയ്തുവെന്നാണ്? ട്രബിൾഡ് ആയി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ട്രബിളായി, ആകപ്പാടെ ഒരു വിറയൽ, ഒരു പ്രയാസം, ആകപ്പാടൊരു വെപ്രാളമായി. അതത്ര എളുപ്പമായിരുന്നില്ല, അല്ലെ? എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടല്ലേ വേറൊരു ഭാഗത്ത് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇവിടെയും വായിച്ചത് എന്താണ്? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ. അപ്പോൾ എന്തുമാത്രം ദൈവപുത്രനായവൻ തന്റെ മുൻപിൽ താൻ അഭിമുഖീകരിക്കാൻ പോകുന്നതായ ആ വലിയ ക്രൂശ് മരണത്തിന്റെ, പിതാവ് തന്നെ ഏൽപ്പിച്ച ഇഷ്ടത്തിന്റെ നിവർത്തീകരണം അത് എത്രയോ വേദനാജനകമാണ് എന്നുള്ളത് കർത്താവിന്റെ ഹൃദയത്തെ അവനെ ദുഃഖിപ്പിച്ചു, വിഷമത്തിലാക്കി എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നിട്ട് വായിക്കുന്നത്, പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നിട്ട് അടുത്ത വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ് അവിടെ നാം വായിച്ചത്, എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും ഇതു നിമിത്തം. ഏതു നിമിത്തം? ഞാനത് ധ്യാനിച്ചപ്പോൾ മറ്റു ചില റെഫറൻസുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പിതാവായിരിക്കുന്ന ദൈവം തന്റെ പ്രിയപുത്രനെ കുറിച്ച് സ്നാനജലത്തിങ്കൽ പറഞ്ഞ വാക്കെന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ. മറുരൂപാ മലയിൽ
അവിടെ വെച്ച് തന്റെ ശിഷ്യന്മാരോട് പിതാവായ ദൈവം പറഞ്ഞ വാക്കെന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ. ഈ പ്രിയപുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ എന്ത് പറഞ്ഞു എന്നാണ് നാം നേരത്തെ വായിച്ചത്? പുസ്തക ചുരുളിൽ എന്നെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇതാ അങ്ങയുടെ പ്രിയപുത്രനായി ലോകത്തിന്റെ മുൻപിൽ സാക്ഷ്യം കൽപ്പിച്ചതായ ഈ ഞാൻ, അത് അങ്ങ് എന്നെ കുറിച്ച് എന്ത് സാക്ഷ്യമാണോ പറഞ്ഞത്, അത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവമക്കളെ. അത് കർത്താവ് തന്റെ പുത്രനെ കുറിച്ച് എന്താണോ നിശ്ചയിച്ചത്, തന്റെ പുത്രനെ കുറിച്ച് എന്ത് സാക്ഷ്യമാണോ പറഞ്ഞത്, ആ സാക്ഷ്യത്തിന്റെ അതേ നിലവാരം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ ആര് സമർപ്പിച്ചു? കർത്താവ് സമർപ്പിച്ചു. നീ എന്റെ പ്രിയപുത്രൻ എന്ന് അവനെ കുറിച്ച് പരസ്യമായി പിതാവ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ തന്റെ മേലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വന്നപ്പോൾ അയ്യോ എനിക്കിത് സാധ്യമല്ലെന്ന് പറഞ്ഞ് മാറിപ്പോയവൻ അല്ല നമ്മുടെ കർത്താവ്. ആ വലിയ സഹനത്തിലേക്ക് എടുത്തു ചാടിയവനാ നമ്മുടെ കർത്താവ്. എങ്കിലും പിതാവേ, അവിടെ നാം വായിച്ചതുപോലെ ഇതു നിമിത്തം ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്യം നമ്മളോടുള്ള ബന്ധത്തിലും പറയട്ടെ. തന്റെ പുത്രന്റെ ചോര നൽകി നമ്മെയും അവൻ വിളിച്ചു, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ, നാം അവന്റെ മക്കൾ. ആ നിലവാരം നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടങ്ങൾ വന്നാലും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. നാം നിസ്സാരമാക്കി കളയരുത്. നാം നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ എടുത്തതായ ഉടമ്പടിയും ദൈവം നമ്മെ വിളിച്ചതായിരിക്കുന്ന പേരും അത് വ്യർത്ഥമായി കളയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തരുത്. ഒരു പക്ഷേ ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകുക നമ്മെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വലിയ പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്, കഷ്ടതകളുള്ള ജീവിതമാണ്, അവഗണനയുടെ ജീവിതമാണ്, ഒറ്റപ്പെടലിന്റെ ജീവിതമാണ്, നിഷേധിക്കപ്പെടുന്ന ജീവിതമാണ്, കഷ്ടതകളുടെ ജീവിതമാണ്. എന്നാൽ നാം ഓർക്കുക, എന്റെ ദൈവം എന്നെ അവന്റെ മകനായി അവന്റെ മകളായി പേര് വിളിച്ച് എന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ നിൽക്കും. നിനക്ക് വേണ്ടി ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകാനാണോ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇതാ ഞാൻ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് വീഴുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് വളരെ വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. ഇവിടെ കർത്താവ് പറഞ്ഞല്ലോ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഇതാ അതിന് തയ്യാറായിരിക്കുന്നു, ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അത് പറഞ്ഞപ്പോൾ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇതാ അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, എങ്കിലും പിതാവേ ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനിതാ ചാകാൻ തയ്യാറായിരിക്കുന്നുവെന്ന് പിതാവിന്റെ മുൻപാകെ സമർപ്പിച്ചപ്പോൾ ഇതാ സ്വർഗത്തിന്റെ ശബ്ദം എന്താണ്? ഞാനിപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു. അവിടെ വായിക്കുന്നത്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ആ സമർപ്പണത്തെ ആര് മാനിച്ചു? പിതാവായ ദൈവം, സ്വർഗം അതിനെ മാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ സമർപ്പണം? എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം? ഈ ലോക ജീവിതത്തിൽ നാം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്താണ് നമ്മൾ ലക്ഷ്യമിടുന്നത്? അതിന്റെ മുകളിലുള്ള വാക്യം കൂടെ ഒക്കെ വായിക്കണമെന്നുണ്ട്. അവിടെ വായിക്കുന്നത് 25-ൽ, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അവിടെ വായിച്ചതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തെ നാം എന്ത് ചെയ്യണമെന്നാണ്? വെറുക്കണം, പകയ്ക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ചാകുന്നതിന് തുല്യമാകുന്നുള്ളൂ. ചത്താൽ മാത്രമേ ജീവനുള്ളൂ, ചത്താൽ മാത്രമേ തേജസ്സുള്ളൂ, ചത്താൽ മാത്രമേ മഹത്വമുള്ളൂ. ഇത് രണ്ടും കൂടെ സാധ്യമല്ല. ഏത് രണ്ടും കൂടെ? ഈ ലോകത്തിലുള്ള ജീവിതവും വരുവാനുള്ള തേജസ്സും രണ്ടും നമുക്ക് കിട്ടുന്നതല്ല.
ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പുറകെ, ലോകത്തിന്റെ നിയമങ്ങൾക്ക് പുറകെ നാം പിശാചിന്റെ പിന്നാലെ പോയാൽ അത് നഷ്ടമാകും എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കഷ്ടതയാണ്, ഭാരങ്ങളാണ്. എന്നാൽ അവിടെയെല്ലാം അത് ഈ കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കുവാൻ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഈ ചാകലിനാൽ സംഭവിക്കുന്ന കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ആ 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പോൾ തനിക്ക് വ്യക്തമായ ഒരു ബോധ്യമുള്ളത് എന്താണ്? എന്റെ ഈ മരണത്താൽ സംഭവിക്കുന്നത് കേവലം പാപികളുടെ മോചനം മാത്രമല്ല, പിന്നെ എന്താണ്? ഈ ലോകത്തിന്റെ പ്രഭുവിനെ, ലോകത്തിന്റെ ന്യായവിധിയും ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയുന്നതുമാണ്. ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട്, ഇത്രയേറെ അതിശക്തമായ നിലയിലുള്ള തകർക്കപ്പെടൽ പിശാചിനും സംഭവിക്കാൻ പോകുകയാണ്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ തകർക്കപ്പെടലും കൂടെ നടക്കാൻ പോകുകയാണ്. ആ തകർക്കപ്പെടൽ അത്ര നിസ്സാരമല്ല. ആ തകർക്കപ്പെടലിൽ എന്ന് പറഞ്ഞാൽ ആരാണ് അതിന് വില കൊടുക്കുന്നത്? ആരാണ് തകർക്കേണ്ടത്? പുത്രനാണ്. പുത്രൻ എങ്ങനെയാണ് അതിനെ തകർക്കുന്നത്? തന്റെ മരണത്താലാണ്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ തറച്ചു, അല്ലെ? ക്രൂശിൽ തറച്ചു, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ്. അപ്പോൾ പിശാചിന്റെ മേൽ, അവന്റെ സൈന്യത്തിന്റെ മേൽ വിജയം നേടുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യേശുക്രിസ്തുവിന്റെ ഈ സമർപ്പണത്തിന്റെ, ഈ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതും നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ പ്രഭു അവനെ തള്ളിക്കളയുന്നതായ ദിവസമാണ് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുന്നത് എന്നാണ് ആ കർത്താവ് മനസ്സിലാക്കുവാനിടയായത്. അത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ആ ഭാഗത്തുനിന്ന് ഞാൻ വിടട്ടെ. അതായത് ഈ പ്രഭാഷണത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് താൻ എന്ത് മനസ്സിലാക്കി? ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്നുള്ളത് താൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ കേവലം ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ സംഭവിക്കുവാൻ പോകുന്നതായ മുഴുവൻ വേദനകളെ കുറിച്ചുമുള്ളതായ വ്യക്തമായിരിക്കുന്ന ഒരു ബോധ്യം ആർക്കുണ്ടായി? നമ്മുടെ കർത്താവിന് ഉണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അവിടെ നാം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, പെസഹ പെരുന്നാളിന്റെ അന്നാണ് ഈ സംഭാഷണം നടക്കുന്നത്, അല്ലെ? തലേ രാത്രിയിൽ, അല്ലെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ മരിക്കുന്നതിന്റെ തലേ രാത്രിയിൽ. തലേ രാത്രി എന്ന് പറഞ്ഞാൽ ആ രാത്രി ഏതാണ്? പെസഹായുടെ ദിവസമാണ്. അപ്പോൾ ആ പെസഹയ്ക്ക് വേണ്ടി ഭക്ഷിക്കുവാൻ തക്കവണ്ണം സമയമായിപ്പോൾ ഞാൻ 2-3 വേദഭാഗം ഒന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 17-18 വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് ആ മാളികയിൽ ചിലവഴിച്ചതായിട്ടുള്ള സന്ദർഭം അവിടെ രേഖപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. ആ വേദവാക്യങ്ങൾ വായിക്കുവാനൊന്നും ഞാൻ സമയമെടുക്കുന്നില്ല, ചരിത്രങ്ങൾ കൂടുതൽ പറയാനല്ല, മറിച്ച് ചില ആത്മീക അർത്ഥങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അവിടെ ശിഷ്യന്മാർ കർത്താവിന് ചോദിക്കുന്നുണ്ട്, ഗുരു, നമ്മൾ എവിടെയാണ് പെസഹ കഴിക്കാൻ ഒരുക്കേണ്ടത്? അപ്പോൾ കർത്താവ് അവരിൽ 2 പേരെയാണ് അയച്ചത്. 2 പേരെ അയച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്കെതിരായിട്ട് വരും. ആ വ്യക്തി കടന്നു പോകുന്ന വീട്ടിലേക്ക് നിങ്ങൾ അങ്ങ് കയറി ചെല്ലണം. കയറി ചെന്നിട്ട് അകത്ത് ചെന്നിട്ട് അവനോട് ചോദിക്കണം, എന്ത്? ഞങ്ങളുടെ ഗുരു
നിന്നോടൊരുമിച്ച് പെസഹ കഴിക്കേണ്ടതിന് ഒരുക്കണം എന്ന് നിങ്ങൾ പറയണം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്നാണ് കർത്താവ് അവരെ പറഞ്ഞ് ഫലമേൽപ്പിച്ചത്. അത് ശരിക്കു പറഞ്ഞാൽ ഒരു കർത്താവിന്റെ ഒരു സീക്രട്ട് പ്ലാൻ ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് രണ്ടുപേരെ അയച്ചത്? കൃത്യമായിട്ടൊരു വീട് പറഞ്ഞു കൊടുക്കാതിരുന്നത്? ആരാ ഇവിടെ കൂടെ ഉള്ളത്? ഈ ഒറ്റിക്കൊടുക്കണവൻ എവിടെയുണ്ട്? ഒറ്റിക്കൊടുക്കണവൻ കൂടെയുണ്ട്. കർത്താവിന് എന്ത് ചെയ്യണം? ഈ മാളിക മുറിയിലെ പ്രഭാഷണം, ഇതൊക്കെ ഇതിന്റെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ മാളിക മുറിയിൽ ആ പ്രഭാഷണം നടക്കണം. കർത്താവിന്റെ മേശ എന്നുള്ള, കർത്താവിന്റെ വീണ്ടും വരവ് വരെയുള്ളതായ അതിമഹത്തായ ശുശ്രൂഷ ആരെ ഏൽപ്പിക്കണം? തന്റെ ശിഷ്യന്മാരെ ആ കാര്യം ഫലമേൽപ്പിക്കണം. അപ്പോൾ ഇത് നടക്കേണ്ടത് ഈ മാളിക മുറിയിൽ വെച്ചാണ്. അവിടേക്ക് ചെല്ലുന്നതിന് മുൻപ് ഒരുപക്ഷെ ഈ കാര്യം യൂദ അറിഞ്ഞാൽ, നാം ഇവിടെ താഴെ വായിക്കുന്നുണ്ട്, ഈ 13-ാം അധ്യായത്തിൽ 2-ാം വാക്യം തന്നെ, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു എന്നാണ്. ഇതാർക്കറിയാം? കർത്താവിനറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് അത് വളരെ സീക്രട്ട് ആയിട്ടാണ് ആ കാര്യം ചെയ്തത്. ഇനി വിരിച്ചൊരുക്കിയ വൻമാളിക, കർത്താവ് എവിടെയെങ്കിലും ഒന്നും കൂടാനായിട്ട് ആഗ്രഹിച്ചില്ല. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്ന ഫർണിഷ്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള, വിലയേറിയ വലിയ കൊട്ടാരമായിരുന്നു എന്നൊന്നല്ല, ഒരു മാളിക. പക്ഷേ കർത്താവും തന്റെ ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് ആ പെസഹ കഴിക്കുവാൻ തീരുമാനിച്ചതായ ആ വീട് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അത് വിരിച്ചൊരുക്കിയ ഒരു മാളിക, വിരിച്ചൊരുക്കപ്പെട്ട മാളിക. ഇത് ആരുടെ വീടായിരുന്നു എന്നുള്ളത് വേദപണ്ഡിതാക്കൾ അതേക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം, അത് മറിയ എന്ന സ്ത്രീയുടെ ഭവനമായിരുന്നു എന്നാണ്. ഏതു മറിയ? പാപിനിയായിരുന്ന, മക്കളക്കാര്യത്തിൽ മറിയല്ല, പാപിനിയായ സ്ത്രീ, അതായത് ലാസറിന്റെ പെങ്ങൾ മറിയ. പാപിനിയായ സ്ത്രീ പരീശന്റെ വീട്ടിലിരുന്നപ്പോൾ പുറകിൽ ചെന്ന് കണ്ണുനീര് കൊണ്ട് തന്റെ പാദം നനച്ച് തലമുടി കൊണ്ട് തുവർത്തിയ മറിയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം ലാസറിന്റെ ഭവനത്തെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ മറിയ ആയിരുന്നു കർത്താവിന്റെ കാൽക്കൽ കണ്ണുനീര് കൊണ്ട് ആ കഴുകിയതും തുവർത്തിയതും എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറിയ ആരാണ്? ഈ മറിയ ലാസറിന്റെ സഹോദരിയായിരുന്ന മറിയ ആയിരുന്നു. ആ മറിയയുടെ ഭവനം പിന്നത്തേതിൽ നമുക്കറിയാം, പല പ്രാവശ്യങ്ങളിൽ കർത്താവ് ആ ഭവനത്തിലേക്ക് ചെന്നിട്ടുണ്ട്. ഒരിക്കൽ നാം വായിക്കുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ മറിയ അവന്റെ കാൽക്കലിരുന്ന് പഠിച്ചു. പിന്നത്തേതിൽ ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലാസറിന്റെ ഉയർപ്പിന് ശേഷമായിട്ട് അവിടെ വായിക്കുന്നത് എന്താ? അവിടെ ചെന്നപ്പോൾ ഈ മറിയയാണ് സ്വച്ഛജടമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ തലമേൽ ഒഴിക്കുവാൻ ഇടയായിട്ട് തീർന്ന മറിയ. അതേക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞ്? ഇത് എന്റെ ശവസംസ്കാരത്തിനായി ഇവൾ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഭവനത്തെ കുറിച്ച് നാം ആ കാര്യം മനസ്സിലാക്കുക. ഇനി ആ ഭവനം തന്നെയാണ് എന്തിന് കർത്താവ് തെരഞ്ഞെടുത്തത്? പ്രഭാഷണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഇനി ആ ഭവനമാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഈ മറിയയുടെ ഭവനമാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആ അവരോഹണത്തിന് സാക്ഷ്യം വഹിച്ച കുടുംബമായിരുന്നു ആരുടെ കുടുംബം? ഈ മറിയയുടെ കുടുംബം. പോരാ, പത്രോസും യാക്കോബും ഒക്കെ ജയിലിൽ കിടന്ന സമയത്ത് സഭാസഭയോടുകൂടെ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത കുടുംബവും മറ്റൊരു കുടുംബമായിരുന്നില്ല, അതും ഈ കുടുംബം തന്നെ ആയിരുന്നു. എന്താ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് വല്ല സ്തോത്രം പറയാൻ വരുന്നുണ്ടോ? ആരായിരുന്നു അവൾ? ഒരു പാപിനിയായിരുന്ന സ്ത്രീ, സമൂഹത്തിൽ ആർക്കും വേണ്ടപ്പെടാതെ കിടന്നിരുന്ന ഒരു സ്ത്രീ. പക്ഷെ അവൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്നു മുതൽ സമർപ്പിച്ചുവോ അന്നു മുതൽ അവളുടെ വീട് കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ ഒരു മാളികയായി അത് മാറ്റി. നമ്മുടെ വീടുകൾ എങ്ങനെയായിരിക്കണം? ഞാൻ പ്രായോഗികമായിട്ടൊരു കാര്യം, ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ
ഒന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ വീടുകൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് വിരിച്ചൊരുക്കിയ മാളികയ്ക്ക് തുല്യമായിരിക്കണം. ഉള്ളത് അടിച്ചു തൂത്ത് വൃത്തിയാക്കി നാം ഇടണം. നാം കൂടി വരുന്ന സഭാഹോളാകട്ടെ, നമ്മൾ പാർക്കുന്ന വീടുകളാകട്ടെ, നമ്മുടെ വീടുകളുടെ പരിസരങ്ങളാകട്ടെ, കർത്താവിന്റെ നാമത്തിൽ ജീവിക്കുന്ന നമ്മുടെ പരിസരം എങ്ങനെയിരിക്കണം? അത് വെറുതെ ആയി കിടക്കരുത്, കാട് പിടിച്ച് കിടക്കരുത്, മാറാമ്പല പിടിച്ച് കിടക്കരുത്. അത് വൃത്തിയുള്ളതായി നമ്മൾ സൂക്ഷിക്കണം. ഇതെല്ലാം ദൈവം നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകളാണ്. നമ്മുടെ ആലയം AC ഒന്നുമല്ല, പക്ഷേ നമ്മൾ കൂടി വരുന്ന ആലയം വൃത്തിയുള്ളതായി സൂക്ഷിക്കുവാൻ നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. അത് വൃത്തിയാക്കണം. ഞാൻ ഓർത്തു, ഈ വിരിച്ചൊരുക്കിയതായിരിക്കുന്ന ഈ മാളിക, ഇത് കർത്താവ് എന്താ തെരഞ്ഞെടുക്കാൻ കാരണം? കർത്താവിലേക്ക് പല പ്രാവശ്യം ആ വീട്ടില് പോയിട്ടുണ്ട്. ആ വീടിന്റെ എല്ലാ നന്മകളും അവരുടെ ആതിഥ്യവും അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ, നാം ആരാധനയ്ക്ക് കൂടി വരുന്ന ഇടങ്ങൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഉള്ളത് വൃത്തിയും മെനയുമായിട്ട് തുടച്ചും അടിച്ചും തൂത്തും അത് ചെയ്യുവാനുള്ള കടപ്പാട് നമുക്കുണ്ടാകണം. അത് സഹോദരിമാർക്ക് മാത്രമല്ല, അത് സഹോദരന്മാർക്കും. അവരവരുടെ വീടുകൾ വൃത്തിയാക്കിയിടുന്നതിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അതിൽ വ്യക്തമായ പങ്കുണ്ടാകണം. അത് സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലയിലുള്ളതായ വലിയ ഒരു മാറ്റം ആ മറിയയുടെ കുടുംബത്തിലുണ്ടായി. ആ ഭവനമാണ് കർത്താവ് എന്തിന് തെരഞ്ഞെടുത്തത്? പെസഹ ഭക്ഷിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് കൂടി വന്നതായിരിക്കുന്ന ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, എന്നാണ് കൂടി വന്നതെന്നും ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുമാണ് ഈ രണ്ടാമത് നമ്മൾ ചിന്തിച്ചതായ ആ കാര്യം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ പടിപടിയായിട്ട് നമ്മുടെ പഠനങ്ങൾ മുൻപോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.